അവർ വിതരണം ചെയ്യുകയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത? അവർ വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണിത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തരം സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക? അവർ അഥവാ ദേ എന്നുള്ള പ്രോനൗണുണ്ട്, വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള വേർബുണ്ട്. സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ പോലെ തന്നെ ഇവിടെയും ഒരു ഓക്സിലറി വേർബുണ്ട്. ദേ ആയതുകൊണ്ട് അത് ആറാണ്. ഇനി എന്താണ് നമുക്കിതിൽ വ്യത്യാസം വരിക? ആർ ദേ ഡിസ്ട്രിബ്യൂട്ടിങ്, ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിങ് എന്നുള്ളത് ആർ ദേ ഡിസ്ട്രിബ്യൂട്ടിങ് എന്ന് തിരിച്ചിട്ടു. ചേരുവകളെല്ലാം സെയിം ആണ്, പക്ഷേ ജസ്റ്റ് തിരിച്ചിട്ടു. നിതിൻ വരുന്നുണ്ടോ? നിതിൻ വരുന്നുണ്ടോ ഫ്യൂച്ചർ പോലെ തോന്നും, പക്ഷേ നമുക്കറിയാം നിയർ ഫ്യൂച്ചറിലുള്ള നമ്മൾ പ്രസൻറ്റ് കണ്ട് നിതിൻ വരുന്നുണ്ടെന്നാണെങ്കിൽ നിതിൻ ഈസ് കമ്മിങ് ടുമോറോ എന്ന് നമ്മൾ പറയില്ലേ? അതുപോലെ നിതിൻ എന്നുള്ള നൗണും കം എന്നുള്ള വേർബും മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ പാർട്സ് ഓഫ് സ്പീച്ചിൽ. പിന്നെ ഓക്സിലറി വേർബ് നിതിൻ ആയതുകൊണ്ട് ഈസ് ഉണ്ട്. അപ്പോൾ നിതിൻ വരുന്നുണ്ട് എന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത് എങ്ങനെയായിരിക്കും? നിതിൻ ഈസ് കമ്മിങ് എന്നായിരിക്കും പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ചാർട്ട് കണ്ടില്ലേ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എങ്ങനെയാണ്? നിതിൻ ഈസ് കമ്മിങ് മാറി ഈസ് നിതിൻ കമ്മിങ് എന്നായി. ജസ്റ്റ് തിരിച്ചിട്ടു, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തു. അത്ര പരിപാടിയുള്ളൂ. നമ്മൾ പോവുകയാണോ, നമ്മൾ പോവുകയാണോ, നമ്മൾ ഇറങ്ങുവാണോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അല്ല, നമ്മൾ പോവുകയാണോ, ഇറങ്ങുകയാണെങ്കിൽ ലീവ് എന്നായിരിക്കും വരിക. ഇതിൻ്റെ അകത്ത് നമ്മൾ അഥവാ വി എന്നുള്ള പ്രോനൗണും ഉണ്ട്, പോവുക അല്ലെങ്കിൽ ഗോ എന്നുള്ള വേർബും ഉണ്ട്. നമ്മൾ വി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓക്സിലറി വേർബ് ആറായിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ തന്നെയുള്ള സെൻറ്റൻസ് ആണ്. നമ്മൾ പോവുകയാണ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ്. നമ്മൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതെ, ആർ വി ഗോയിങ്.